നമസ്കാരം എല്ലാവർക്കും ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ അജിത് V Anil. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ആർഡിനോയുടെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആർഡിനോയിൽ കുറച്ച് പേർക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ആർഡിനോ ഡൗൺലോഡ് ചെയ്യുക. ആർഡിനോ ഡൗൺലോഡ് ചെയ്യുന്ന arduino.cc എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മുകളിലായിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആർഡിനോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഗൂഗിളിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ആർഡിനോ എന്ന് സെർച്ച് ചെയ്യുക. ആർഡിനോ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ വരുന്ന arduino.cc എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇൻ്റർഫേസിൻ്റെ മുകളിലായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു പാർട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഡൗൺലോഡ് പേജ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻസ് കുറേ കാണാൻ പറ്റും. വിൻഡോസ് 7 ഓർ ന്യൂ ഇയർ വെർഷനിലേക്കായിട്ട് ഒരു exe ഫയലുണ്ട്, പിന്നെ സിപ്പ് ഫയലുണ്ട്, പിന്നെ നമ്മൾക്ക് വിൻഡോസ് 8 മുതൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് ആപ്പിൽ ഈ ഒരു ആർഡിനോ ഉണ്ട്, പിന്നെ ലിനക്സിനുള്ളതുണ്ട്, മാക് OSനുള്ളതുണ്ട്. അങ്ങനെ പല സിസ്റ്റത്തിനായിട്ടുള്ള പല സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വിൻഡോസ് 7 ന്യൂ ഇയർ വൺസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആർഡിനോ ഇൻസ്റ്റാൾ ചെയ്യാൻ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വരും. അതൊന്ന് വേണ്ടവർക്ക് വായിച്ച് നോക്കാം. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അതിന് ശേഷം ഇതെല്ലാം ടിക്ഡ് ആണോ എന്ന് നോക്കുക. പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കുക, ഫയൽ ലൊക്കേഷൻ എവിടെയാണ് സേവ് ആവേണ്ടതെന്ന്. അതിനുശേഷം ഇത് ജസ്റ്റ് നെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇൻസ്റ്റാൾ ആവാൻ ഇത്തിരി ടൈം എടുക്കും. ഞാൻ ഓടിച്ചു വിടുകയാണ്. ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കുറച്ച് ഡ്രൈവറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വരും. അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് ഈ ഒരു ആർഡിനോയിൽ നമ്മൾ പല കോഡ് ഇടാറുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ കുറേ കോഡ് തരാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ലൈബ്രറി ആഡ് ചെയ്യുക എന്നത് പലർക്കും അറിയില്ല. അപ്പോൾ ഈ ആർഡിനോയിൽ എങ്ങനെയാണ് നമ്മൾ ലൈബ്രറികൾ ആഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആർഡിനോ ID ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആർഡിനോയുടെ ഇൻ്റർഫേസ്. അതിൻ്റെ അകത്ത് നമുക്ക് സ്കെച്ചസിൽ പോയി കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ലൈബ്രറി ഉണ്ട്. അതിൻ്റെ അകത്ത് മാനേജ് ലൈബ്രറിയും ആഡ് സിപ്പ് ഫയലും ഉണ്ട്. അപ്പോൾ നമുക്ക് മാനേജ് ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് മുകളിൽ സെർച്ച് ബാർ വരുന്നുണ്ട്. അവിടെ ഏത് ലൈബ്രറി വേണോ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈബ്രറി കിട്ടും. നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്ന ഒരു അൾട്രാസോണിക് ഡിസ്റ്റൻസ് സെൻസറിൻ്റെ ഒരു ലൈബ്രറി നെയിമാണ് HCSR04 എന്ന് പറയുന്ന ഒരു ലൈബ്രറി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ സൈഡിൽ വന്ന ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ആ ലൈബ്രറി ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ലൈബ്രറി മാനേജറിൽ വന്നിട്ട് ലൈബ്രറികൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി അതെങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതായത് ഒരു സ്കെച്ചിലേക്ക് ആഡ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീണ്ടും ലൈബ്രറി വന്ന് ഇൻക്ലൂഡ് ലൈബ്രറി എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി സിപ്പ് ഫയൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ആഡ് സിപ്പ് ഫയൽ ടു ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻക്ലൂഡ് ലൈബ്രറിയിൽ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ PC-യിൽ ഉള്ള ആ ഒരു ഫയൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും. ഇനി എങ്ങനെയാണ് ലൈബ്രറിയുടെ കോഡ് ആഡ് ചെയ്യുന്നതെന്ന് ഉള്ളത്, ജസ്റ്റ് ഇൻക്ലൂഡ് ലൈബ്രറി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ലൈബ്രറികളുടെ പേരുമാണ്. ഇതൊക്കെ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ള. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ #include HCSR04.h എന്ന് പറഞ്ഞ ലൈബ്രറി ആഡ് ചെയ്യും. ഇത്രേ ഉള്ളൂ നമ്മുടെ ലൈബ്രറി ആഡ് ചെയ്യാനുള്ള പരിപാടി. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ആർഡിനോ കണക്ട് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ പ്രോബ്ലം വരാറുണ്ട്. കോഡ് അപ്ലോഡ് ആവില്ല, അത് കമ്പൈൽ ആകുമ്പോൾ എന്തെങ്കിലും എറർ, അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള എറർ, അതൊക്കെ നമുക്ക് ഒരുവിധം വരെ മാറ്റാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ആർഡിനോ ആപ്പ് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആർഡിനോയുടെ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിനകത്ത് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. ടൂളിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ ബോർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ബോർഡ് ഏതാണോ, അതായത് യൂനോ ആണോ നാനോ ആണോ മെഗാ ആണോ, അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോർഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോർട്ടിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു പോർട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് കമ്പൈൽ കൊടുക്കുക. കമ്പൈൽ ആ ടിക്ക് മാർക്കാണ്, അത് ജസ്റ്റ് കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കും. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും അത് ചെക്ക് ചെയ്തിട്ട് കമ്പൈൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡിങ് ആക്കി കഴിയുമ്പോൾ നമുക്കിവിടെ അപ്ലോഡിംഗ് എന്ന് കാണിക്കും. ഇപ്പോൾ ഡൺ അപ്ലോഡിങ് ആയി. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കോഡ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രോസസ്സ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ കോഡൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ആർഡിനോ ആപ്പിൽ ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തും ഈ ഒരു ലൈബ്രറി ആഡ് ചെയ്യാൻ നേരത്തൊക്കെ ഈ ഒരു ടിപ്സ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ചെറിയൊരു ശ്രദ്ധക്കുറവും കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ പറ്റാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം തന്നെ ആർഡിനോയിൽ എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതും കൊണ്ട് നിർത്തുകയാണ്. അടുത്ത ദിവസം കാണുന്നവരെ ഇറ്റ്സ് മീ അജിത് വി അനിൽ സൈനിങ് ഔട്ട്.